السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واخفض جناحك لمن اتبعك من المؤمنين فإن عصوك فقل إني بريء مما تعملون. صدق الله مولانا العظيم. كلوا واشربوا والبسوا من غير إسراف ولا مخيلة. صدق رسوله الأمين. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കിബിറിൻ്റെ, അഹങ്കാരത്തിൻ്റെ ചില അടയാളങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ കേട്ടത്. ആ പറയപ്പെട്ട ഈഗോയുടെ, അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിൽ കിബിറെന്ന മാരകമായ രോഗത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ, കൃത്യമായ തെളിവുകളാണ്. നമുക്ക് സ്വർഗം നഷ്ടമാകാൻ കാരണമാകുന്ന അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും മുഅ്മിനീങ്ങളുടെയും വെറുപ്പിന് നാം പാത്രമാകാൻ കാരണമാകുന്ന മാരകമായ ആ മനോരോഗം ലബോറട്ടറികളിൽ ചെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താനാവില്ല.
പരിശുദ്ധ ദീൻ അതിന് പറഞ്ഞ ലക്ഷണങ്ങൾ, അതിലൂടെ മാത്രമേ ആ രോഗനിർണയം നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്ന ഈ ലക്ഷണങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ഓരോരുത്തരും സ്വന്തത്തിലേക്ക് ആത്മവിചിന്തനം നടത്തി പരിശോധന നടത്തി രോഗമുണ്ടെങ്കിൽ അതിന് പ്രതിവിധി കണ്ടെത്തൽ ഫർള് ഐനാണ്, ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ചില ലക്ഷണങ്ങളാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നിങ്ങൾ കേട്ടത്. മറ്റൊരു അടയാളമാണ് വസ്ത്രങ്ങളിലൂടെ, വാഹനങ്ങളിലൂടെ, വീടുകളിലൂടെ പൊങ്ങച്ചം പ്രകടിപ്പിക്കൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. നല്ല പുടവയണിഞ്ഞ് ബഹുജന സമക്ഷം പരസ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ബിലിസാനിൽ ഹാൽ, അദ്ദേഹത്തിൻ്റെ ഭാവം കൊണ്ട് അദ്ദേഹം പറയാണ്, നോക്കടാ എൻ്റെ ഡ്രസ്സ്, വില കൂടിയ ഡ്രസ്സ്, ലിനന്റെ കൂടിയ ഡ്രസ്സ്, കോട്ടന്റെ കൂടിയ ഡ്രസ്സ് കണ്ടില്ലടോ നീ, മറ്റാർക്കുമില്ലാത്ത എൻ്റെ ഡ്രസ്സ് എന്ന ഭാവം, അല്ലെങ്കിൽ അത് നാവുകൊണ്ട് പറയാം. നല്ല വാഹനത്തിൽ കയറി വന്ന് ആളുകൾക്കിടയിൽ നിന്ന് ആ വാഹനത്തിൽ നിന്നിറങ്ങുകയോ അതിലേക്ക് കയറുകയോ ചെയ്യുമ്പോൾ, കണ്ടടോ, കണ്ടില്ലേ ജനങ്ങളെ എൻ്റെ വാഹനം കൂടിയ വാഹനം. മനോഹരമായ വീട് പണിത് അയൽപക്കക്കാരോടും സമൂഹത്തോടും അവസ്ഥ കൊണ്ട് ചോദിക്കുന്ന ചോദ്യം, കണ്ടടാ എൻ്റെ വീട്, മറ്റാർക്കും എൻ്റെ വീടിനോട് കിടപിടിക്കുന്ന വീട് പടുത്തുയർത്താൻ സാധ്യമായിട്ടില്ല. യതതാവലൂന ഫിൽ ബുന്യാൻ, ബംഗ്ലാവുകൾ, ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ടുള്ള മത്സര ബുദ്ധി അന്ത്യനാളിന്റെ ലക്ഷണമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു ലക്ഷണം. എന്നാൽ സാമ്പത്തിക ശേഷിയുള്ള സൗകര്യമുള്ള ആളുകൾ നല്ല വസ്ത്രങ്ങൾ അണിയുന്നതുകൊണ്ടോ, സൗകര്യമുള്ളവർ കൂടിയ വാഹനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് കൊണ്ടോ, സൗകര്യമുള്ളവർ അവരുടെ ആസ്തിക്കും സാമ്പത്തിക ശേഷിക്കും അനുയോജ്യമായ വീടുകൾ പണിയുന്നത് കൊണ്ടോ ഒരു വിലക്കുമില്ല, വിരോധവുമില്ല. ഇസ്ലാം അതിനെ വിലക്കിയിട്ടില്ല, എതിർത്തിട്ടില്ല. പക്ഷേ അത്തരം അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ അങ്കുരിക്കുന്ന അഹങ്കാരം, ഇതൊക്കെ എനിക്കുണ്ടല്ലോ എന്ന ഒരു ഉൾനാട്യം, അതില്ലാത്തവരുടെ നേരെയുള്ള പുച്ഛമനോഭാവം, ഇതാണ് അപകടകരമായിട്ടുള്ളത്. അതാണ് സൂക്ഷിക്കേണ്ടത്. ഇതൊക്കെ ഉള്ള ആൾ എങ്ങനെയായിരിക്കണം? നല്ല വസ്ത്രങ്ങൾ, നല്ല വാഹനം, നല്ല വീട്, എല്ലാം ലഭ്യമായ വിനയമുള്ള മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിൻ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇതൊക്കെ എന്റെ തമ്പുരാന്റെ, എന്റെ നാഥനായ അല്ലാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവുമാകുന്നു എന്ന നിലക്കാണ് ഒരു മുഅ്മിൻ ചിന്തിക്കുക. എന്നാൽ ഈമാനിൽ കളങ്കമുള്ള മുസ്ലിമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്റെ കേമത്തരമാണ്, ഇത് ഞാൻ അർഹനായതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്, ഇതൊക്കെ എന്റെ വണ്ണ വലിപ്പമാണെന്ന അബദ്ധധാരണ മനസ്സിൽ കേറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി വ്യക്തമായി നമുക്ക് ഈ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുലൂ വശ്റബൂ വൽബസൂ മിൻ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. കുലൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ആട്ടിറച്ചി മേടിക്കാൻ കാശുണ്ടെങ്കിൽ മൂവാറ്റുപുഴക്ക് 1000 രൂപേന്റെ മുകളിലൊക്കെ വില. ഒരു വെള്ളിയും ഞായറും മേടിക്കാൻ കാശ്, മേടിച്ചോളൂ. കുലു, നിങ്ങൾ കഴിച്ചോളൂ. വശ്റബൂ, നിങ്ങൾ കുടിച്ചോളൂ. നല്ല പാനീയങ്ങൾ നിങ്ങൾ കുടിച്ചോളൂ. വൽബസൂ, നിങ്ങൾ അണിഞ്ഞോളൂ. വിലയുള്ള വസ്ത്രമാണെങ്കിൽ അത് അണിഞ്ഞോളൂ. വിലയുള്ള വാഹനം മേടിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കോളൂ. സൗകര്യമുള്ള വീട് പണിയാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ. പക്ഷേ 2 നിബന്ധന.
മിൻ ഗൈരി ഇസ്റാഫിൻ വലാ മഖീലാ. ധൂർത്ത് പാടില്ല. തിന്നുന്നിടത്തും കുടിക്കുന്നിടത്തും ഉടുക്കുന്നിടത്തും കെട്ടിപ്പണിത് ഉയർത്തുന്നിടത്തും ഒന്നും ധൂർത്ത് പാടില്ല. വലാ മഖീലാ, ഗർവ് പാടില്ല, അഹങ്കാരം പാടില്ല, പൊങ്ങച്ച പ്രകടനം പാടില്ല. റബ്ബിൽ നിന്നുള്ള നിഅമത്താണ്, അവന്റെ അനുഗ്രഹവും ഔദാര്യവുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന തിരിച്ചറിവോടുകൂടെ അതൊക്കെ നിങ്ങൾക്കാകാവുന്നതാണ്. മഹാന്മാരായ അംബിയാ മുർസലുകളിൽ ചിലർ, അംബിയാ മുർസലുകൾക്ക് ശേഷം വന്ന മഹാരഥന്മാരായ ഔലിയാക്കളിൽ ചിലർ മുന്തിയ വസ്ത്രങ്ങളും കൂടിയ വാഹനങ്ങളും ഉപയോഗിച്ചതായി കാണാം. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം മിസ്റിന്റെ അധികാര ചെങ്കോലേന്തി ആ സ്ഥാനവസ്ത്രത്തോടെ സിംഹാസനത്തിലിരിക്കുന്ന മനോഹര രംഗം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന് ഇന്ന് ഹറാമായ പലതും അന്ന് ഹറാമല്ലായിരുന്നു. എന്താവട്ടെ, അമ്പിയാക്കളിൽ ചിലർ, ഔലിയാക്കളിൽ ചിലർ കൂടിയ വസ്ത്രവും വില കൂടിയ വാഹനങ്ങളുമൊക്കെ ഉപയോഗിച്ചതായിട്ട് കാണാം. അതേ നബിമാരും അതേ ഔലിയാക്കളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും, എല്ലാ സൗകര്യങ്ങൾക്കും അവസരമുണ്ടായിട്ടും അതെല്ലാം ത്യജിച്ചുകൊണ്ട് ഫഖീറിനെ പോലെ ജീവിച്ചതായിട്ടും കാണാം. അവർ തന്നെ രണ്ടു തരം ജീവിതം നയിച്ചു കാണിച്ചു തന്നു. കൂടിയ പ്രൗഢിയുടെ, പകിട്ടിന്റെ, അന്തസ്സിന്റെ, ആത്മാഭിമാനത്തിന്റെ ജീവിതം നയിച്ച അവര് തന്നെ താഴേ തട്ടിലെ ഒരു ഫഖീറിന്റെ ജീവിതം ജീവിച്ചും കാണിച്ചു. ഒരു മുഅ്മിൻ വിനയമുള്ള മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിനും അങ്ങനെ തന്നെയായിരിക്കണം. സാമ്പത്തിക കഴിവുള്ള ഒരു വിനയാന്വിതനായ മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിനും ഇതിന് കഴിയണം. ബെൻസുള്ള മുതലാളിയാണ്, അദ്ദേഹത്തിന് ഓട്ടോറിക്ഷയിൽ കയറാൻ നാണുണ്ടാവാൻ പാടില്ല. എന്നാ പിന്നെ ബെൻസിൽ കയറലോ ഹറാമില്ല. നേരെ മറിച്ച് ഞാൻ ബെൻസിലേ പോവുള്ളൂ. അല്ല മുതലാളി, ആ വഴിക്ക് കടന്നാ കുടുങ്ങി റോഡാണ്, നിങ്ങളെ വണ്ടി പോവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ, അതുകൊണ്ട് ഈ ഓട്ടോയിൽ ഞാൻ കയറൂല പറഞ്ഞാല് അത് അഹങ്കാരത്തിന്റെ അടയാളാണ്. ഒരു കുഴപ്പമില്ല, നീ വണ്ടി പോകുന്നിടത്ത് കൂടി തന്നെ എന്നാ കുഴപ്പം, ഓട്ടോറിക്ഷയിൽ വന്നാല് ഞാനത് കയറും. അയാൾക്ക് ബെൻസിൽ കയറുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം താഴേക്ക് വരാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല. മുഅ്മിൻ അങ്ങനെയാണ്, രണ്ടവസ്ഥയും സ്വീകരിക്കും. അള്ളാഹു എനിക്ക് അത്ര സൗകര്യം തന്നുകൊണ്ട് ഞാൻ ഇതിൽ ഓടുന്നു, നീ നാളത് പിൻവലിച്ചാൽ എനിക്ക് ഓടാനുള്ളതാണ് ഇത്, ആ ഒരു ബോധത്തിലെങ്കിലും അയാള് താഴ്ന്ന വാഹനത്തിൽ കയറാൻ തയ്യാറാവും. ഉള്ളതോടുകൂടെ താഴ്ന്ന നിലവാരത്തിലുള്ള ജീവിതം നയിക്കാൻ തയ്യാറാകുന്നവർക്ക് ഈമാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. قال رسول الله صلى الله عليه وسلم البذاءة من الإيمان. താഴ്ന്ന അവസ്ഥയിലുള്ള ജീവിതം നയിക്കുക എന്നത്, കൂടിയ വസ്ത്രം വാങ്ങാൻ സാധിച്ചിട്ടും വില കുറഞ്ഞതണിഞ്ഞു വരിക എന്നത്, കൂടിയ വാഹനം ഉപയോഗിക്കാൻ സാധ്യമായിട്ടും നിലവാരം കുറഞ്ഞ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുക എന്നത് മിനൽ ഈമാനി, ആ ആൾക്ക് ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ്. നേരെ മറിച്ച് താഴെ തട്ടിലേക്ക് ഇറങ്ങി വരാൻ സൗകര്യമുള്ള മുതലാളിക്ക് പറ്റുന്നില്ലെങ്കിൽ അത് കിബിറിന്റെയും അടയാളമാണ്, ഈമാൻ നഷ്ടമായതിന്റെ അടയാളമാണ്. സാധ്യമായിട്ടും താഴ്മയോടെ വിനയത്തോടെ ജീവിക്കുന്നവർക്ക് അന്ത്യനാളിൽ കൊടുക്കുന്ന ഒരു സീറ്റുണ്ട്. അത് ഹദീസിൽ കാണാം. മൻ തറക്കൽ ലിബാസ മുതവാളിഅൻ ലില്ലാഹ്. ഒരാൾ അലങ്കാരവും ഭംഗിയൊക്കെ ഒഴിവാക്കി, അതൊക്കെ വാങ്ങാൻ സൗകര്യമുണ്ട്, കയ്യിൽ പൈസ ഉണ്ട്, മേടിക്കാൻ ചുറ്റുപാടുണ്ട്, എന്നിട്ടും മൻ തറക്ക ഒഴിവാക്കി. എന്തിന്? തവാളുഅൻ ലില്ലാഹ്. പടച്ചവനെ, നിന്റെ അടിമകളെ കൂട്ടത്തില് ഇതിനൊന്നും സൗകര്യമില്ലാത്തവരുണ്ടല്ലോ അല്ലാ,
അതുകൊണ്ട് അവരെ പോലത്തെ ഒരു ജീവിതത്തിന്റെ ട്രെയിനിങ് എനിക്കും വേണമല്ലോ അല്ല. ഈ വിനയ ചിന്ത കൊണ്ട് സൗകര്യപ്രദമായ ജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറായി താഴെ തട്ടിലേക്ക് ഒരാൾ ഇറങ്ങി വന്നാൽ വഹുവ യഖ്ദിറു അലൈഹി, സാധിച്ചിട്ടും, ഇപ്പൊ ഞാനൊരു മൊയ്ലിയരെ എനിക്ക് ബെൻസ് വാങ്ങാൻ പറ്റില്ല, ബെൻസ് ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ ആദർശം പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് വാങ്ങാൻ കഴിയൂല. അല്ലെങ്കിൽ സുഹൃദ് വിരക്തി പ്രപഞ്ച ത്യാഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഉണ്ടായിട്ട് വർജിക്കല. ബോക്സിങ്ങിലും ഗുസ്തിയിലൊക്കെ എപ്പോഴാണ് ഒരാൾ ജയിക്കുക? നല്ലൊരു മല്ലനോട് മൽപിടുത്തം നടത്തി അയാളെ മലർത്തിയടിച്ചാലല്ലേ. ഞാൻ ലങ്കോട്ടിയൊക്കെ ധരിച്ചിട്ട് അതിന്റെ ഒരു കുപ്പായും യൂണിഫോം ഒക്കെ ഇട്ട് ഞാൻ അങ്ങനെ മസിൽ വരിച്ച് ഒറ്റക്ക് ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? ഓപ്പോസിറ്റ് ആള് വരണം. ഇതുപോലെ ഈ ദുന്യാവും അതിന്റെ പ്രൗഢിയും പകിട്ടൊക്കെ എന്റെ നേരെ വരണം, എന്നിട്ട് ഞാൻ മസിൽ പിടിച്ച് ജയിക്കണം. അവിടെയാണ് അതിന്റെ വീര്യമുള്ളത്. സാധ്യമായിട്ടും സൗകര്യത്തോടെ അലങ്കാരത്തിന്റെ പ്രൗഢിയുടെ പകിട്ടിന്റെ ജീവിതത്തിന് സാധ്യമായിട്ടും തവാളുഅൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ മുന്നിൽ വിനയം കാണിക്കാൻ താഴ്ന്ന ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത്തരക്കാരെ ദഅഹുല്ലാഹു യൗമൽ ഖിയാമ അലാ റൂസിൽ ഖലായിഖ്, മഹ്ശറ വൻസഭയിൽ വെച്ച്, മാനവ മക്കളുടെ മുന്നിൽ വെച്ച്, ലോക മനുഷ്യ സംഗമം മഹാസമ്മേളന നഗരിയിൽ വെച്ച് ഇത്തരക്കാരെ പ്രത്യേകം അനൗൺസ്മെന്റ് ചെയ്ത് വിളിപ്പിക്കും. എന്തിന്? അവർക്കിഷ്ടമുള്ള ഉടയാടകൾ സെലക്ട് ചെയ്തണിയാൻ വേണ്ടി. മഹ്ശറയിലെ പരലോകത്തെ ഉടയാടാന്ന് പറഞ്ഞാൽ ഈമാനിന്റെ അലങ്കാര വസ്ത്രം. ഇവിടുത്തെ പട്ടോ ലിനനൊന്നുമല്ല, അവിടെ ഈമാനിന്റെ ഹുലലാൻ, ഈമാനിന്റെ ആഭരണങ്ങളും ഉടയാടകളും വസ്ത്രങ്ങളുമാണ്. ആ ഈമാനിക റേഞ്ചിന്റെ വസ്ത്രം ഏത് വേണടാ എടുത്തണിയൂ എന്ന് അല്ലാഹു അന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതുകൊണ്ട് തന്നെയാണ് മുഅ്മിനീങ്ങളെ സ്വഹാബാക്കളിൽപ്പെട്ട സലഫുസ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാരഥന്മാരൊക്കെ സൗകര്യം ഉണ്ടായിട്ടും വിനയത്തിന്റെ താഴ്മയുടെ ജീവിതം പലപ്പോഴും സെലക്ട് ചെയ്തത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലം ഇസ്ലാമിക രാജ്യത്ത് ഏറ്റവും നല്ല സാമ്പത്തിക ശേഷിയുള്ള സുന്ദര കാലമാണ്. സാമ്പത്തിക രംഗം ധവളപത്രം ഒന്നും ഇറക്കണ്ട. ഇപ്പൊ ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രി, ഇപ്പൊ കേറി വന്ന മുഖ്യമന്ത്രിമാരൊക്കെ പറയുന്നത് പൂച്ചപെറ്റ ഖജനാവാണ്. തമിഴ്നാട്ടിലെ വിജയ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും പറഞ്ഞു എല്ലാം മുടിച്ചു തീർത്ത് വടിച്ച് പോയിരിക്കേ എന്നാ പറയുന്നത്. ഒന്നുമില്ല ഇവിടെ. അപ്പൊ സാമ്പത്തിക ശേഷി ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ധനകാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഫിറ്റായ ധനകാര്യം, സാമ്പത്തിക മേഖല ഏറ്റവും അഭിവൃദ്ധിപ്പെട്ട ഒരു കാലാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം. അന്ന് മഹാനവറുകൾ പട്ടണത്തിലേക്ക് ചരക്ക് വാങ്ങാൻ വന്നപ്പോൾ അവിടെ നണിഞ്ഞ വസ്ത്രത്തിൽ 14 കഷ്ണങ്ങൾ വെച്ച് തുന്നിയ വസ്ത്രമണിഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്ന രംഗം മഹാന്മാരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ഒരു പൊട്ട് പൊട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? വസ്ത്രം 14 ഭാഗത്ത് പൊട്ടിയിട്ട് കൂട്ടി തുന്നിയ വസ്ത്രമണിഞ്ഞ് കമ്പോളത്തിൽ, വീട്ടിലിപ്പോ സിവിൽ ഡ്രസ്സിൽ നിൽക്കുമ്പോ ചിലപ്പോ കീറിയ കള്ളിത്തുണിയൊക്കെ ഉണ്ടാവും, ലുങ്കിയൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, രാജ്യം ഭരിക്കുന്ന ഖലീഫ പട്ടണത്തിലേക്ക് വന്നത് 14 സ്റ്റിച്ചിട്ട കൂട്ടിത്തുന്നിയ കഷ്ണം വെച്ച വസ്ത്രമണിഞ്ഞുകൊണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതുപോലെ നല്ല സാമ്പത്തിക ശേഷിയുള്ള കാലത്ത് ഖലീഫയായി ഭരണം നടത്തിയ മഹാരഥനാണ്. മഹാനവറുകൾ വെള്ളിയാഴ്ച മുഅ്മിനീങ്ങൾക്ക് ഖുതുബയ്ക്ക് ജുമഅക്ക് നേതൃത്വം നൽകാൻ വന്നു. അന്നൊക്കെ അമീറുൽ മുഅ്മിനീൻ ഖലീഫമാരാണ് മെയിൻ പള്ളിയിൽ ഇമാമത്തിന് വരിക, നേതൃത്വം നൽകാൻ വരിക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ജുമഅക്ക് നേതൃത്വം നൽകാൻ വന്നപ്പോ അവിടെ നണിഞ്ഞ ഖമീസിന്റെ ഫ്രണ്ട് ഭാഗം കീറിയിട്ട് തുന്നിക്കൂട്ടിയിട്ടുണ്ട്. അതവര് കണ്ടു. എപ്പ കണ്ടു? ഖുതുബോതുമ്പോ കണ്ടു. പിന്നെ നിസ്കരിക്കാൻ കയറി മിഹ്റാബിൽ കയറി നിന്ന് നോക്കുമ്പോ പിറകു വശത്തുണ്ട് വലിയ ഒരു സ്റ്റിച്ച് തുന്നിക്കൂട്ടിയ അടയാളം. ഫ്രണ്ടിലും ബാക്കിലും കീറിയ കാരണം തുന്നിയ ഖമീസ് അണിഞ്ഞാണ് അമീറുൽ മുഅ്മിനീൻ ജുമഅക്ക് നേതൃത്വം നൽകാൻ വന്നത്.
നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഇരുന്നപ്പോ ഒരു മുഅ്മിനായ സഹോദരൻ അരികിൽ ചെന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഅതാക ഫലൗ ലബിസ്ത. അല്ലാഹു വാരിക്കോരി തന്നിട്ടില്ലേ അങ്ങേക്ക്? ഇന്നെന്ത് ദാരിദ്ര്യമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്, നാട്ടുകാർക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ അങ്ങേക്കൊരു മൊഞ്ചുള്ള വസ്ത്രം അണിഞ്ഞു വന്നൂടെ ഈ ജുമയ്ക്കെങ്കിലും? നല്ല ചോദ്യമല്ലത്. മഹാനവർകൾ തല താഴ്ത്തി അല്പനേരം മൗനിയായിരുന്നു, ശാന്തരായിരുന്നു, ഒന്നും മിണ്ടിയില്ല. പിന്നെ തല ഉയർത്തിയിട്ട് പറഞ്ഞു, സഹോദര, ഉണ്ടായിരിക്കെ വേണ്ട എന്ന് വെക്കുന്നതിന് വലിയ പുണ്യമുണ്ട്. ഉണ്ടായിരിക്കെ, സൗകര്യമുണ്ടായിരിക്കെ റബ്ബിന്റെ മുന്നിൽ വിനയം കാണിക്കാൻ വേണ്ടി അത് വേണ്ടെന്ന് വെക്കുന്നതിന് വലിയ പുണ്യമുണ്ടെന്ന് ഹദീസിൽ കണ്ടിട്ടില്ലേ? പ്രതികാരം ചെയ്യാൻ സാധ്യമായിട്ടും മാപ്പ് കൊടുക്കുകയും അഫ്വ് ചെയ്യുകയും ചെയ്യുന്നതിന് ഏറെ പുണ്യമുണ്ടെന്നും ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ? പ്രതികാരം ചെയ്യാൻ, നിങ്ങൾ എന്നോ ദ്രോഹിച്ചു, എനിക്കതിന് തിരിച്ചടിക്കാൻ കഴിവ് ആവതുണ്ട് എന്നിരിക്കെ ഞാൻ മാപ്പ് ചെയ്യുന്നതും എനിക്കതിന് കഴിയാതെ മാപ്പ് കൊടുക്കുന്നതും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞിട്ട് മാപ്പ് കൊടുക്കുന്നതിനാണ് പുണ്യമുള്ളത്. ഇതുപോലെ സൗകര്യം ഉണ്ടായിരിക്കെയുള്ള ഇഖ്തിസ്വാദ്, മിതത്വം, വിനയാന്വിതമായ അവസ്ഥ, താഴ്ന്ന ജീവിതം സെലക്ട് ചെയ്യൽ, അതല്ലേ ഏറെ പുണ്യമുള്ളത്? നോക്കൂ നിങ്ങൾ, ഇവരൊക്കെ ലോകത്ത് അന്നും ഇന്നും എന്നും അനുസ്മരിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ ഇടനെഞ്ചിലെ ഹൃദയ കനക കൊട്ടാരത്തിൽ രാജകുമാരന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പേര് കേൾക്കുമ്പോൾ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മൾ ആവേശത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെന്നും മനസ്സിൽ ജീവിക്കുകയാണ്. എന്താ കാരണം? അവരെ വിനയം, അവരെ വിനയം. ഗർവുള്ള, അഹന്തയുള്ള, അഹങ്കാരികളായ ഒരുപാട് ചക്രവർത്തിമാരും രാജാക്കന്മാരും അധികാരികളും കഴിഞ്ഞുപോയി. ലോകം അവരെ ഓർക്കുന്നുണ്ടോ? ഒന്നും വേണ്ട. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ, കുറെ മുഖ്യമന്ത്രിമാർ കഴിഞ്ഞുപോയി. ഇപ്പൊ ഒരു നിയുക്ത മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് അല്ലെ? ഈ മുഖ്യമന്ത്രിമാരിൽ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഏതാനും ചില മുഖ്യമന്ത്രിമാരുണ്ട് ഇല്ലേ? കീറിയ കതറിട്ട ചീകാത്ത മുടിയുമായി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരണം നടത്തിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അയാളെ പേരാണ് ഉമ്മൻചാണ്ടി. അതുപോലെ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, സൗമ്യമായി ജനങ്ങളോട് ഇടപഴകുന്ന, ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നാലും തമാശകൾ പറഞ്ഞ് കേരള ജനതയെ ചിരിപ്പിച്ച, പൊട്ടിച്ചിരിപ്പിച്ച EK നായനാര്. ഇതൊന്നും പാർട്ടി നോക്കിയിട്ടല്ലാന്നേ. ഞാൻ ഇപ്പൊ രാഷ്ട്രീയം പറയല്ല, ഞാൻ ദീൻ പറയാം. രാഷ്ട്രീയം പറയേണ്ട ആവശ്യമില്ല, ഇത് ദീനാണ്. രാഷ്ട്രീയത്തിൽ നിന്നും ദീൻ പഠിക്കാണ്ടാവും. ഈ മുഖ്യമന്ത്രിമാരെ ഇന്നും കേരള ജനത നല്ല നിലക്ക് ഓർക്കുന്നുണ്ട്. അവരെ വിനയാണത്. എന്താ ഉമ്മൻചാണ്ടിക്ക് കീറാത്ത കതിറിടാൻ കഴിയില്ലേ? മുടി ഒന്ന് ചീകി മെനക്ക് വരാൻ കഴിയില്ലേ? പക്ഷെ ആ മനുഷ്യനോട് ഇഷ്ടാണ്. അതേപോലെ തന്നെയാണ് വേറെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിന്റെ പേര് പറയാത്തതിന് എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് കേട്ടോ. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടിന് 2 പാർട്ടിയിൽ നിന്ന് ഒരാളെടുത്ത് പറഞ്ഞതാണ്. നമ്മൾ കൂടുതൽ പറയണ്ടല്ലോ. ഇപ്പൊ കുറെ ആൾക്കാർ ജയിച്ചിട്ടുണ്ട്. ആദ്യം 5000, 7000, 10000 ജയിച്ചവരിപ്പോ ഈ കൊടുങ്കാറ്റിൽ 50,000, 40,000 കിട്ടിയപ്പോ ഞാൻ ഇപ്പൊ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ വോട്ട് ചെയ്തവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യണ്ടെന്നുള്ളൊരു തോന്നല് കയറിയ ചില പ്രതിനിധികളുണ്ട്. ജനം അവരെ പാഠം പഠിപ്പിക്കും. എന്തുകൊണ്ട്? മൻ തകബ്ബറ വളഅഹുല്ലാ, പൊങ്ങാൻ നിൽക്കരുത്. പൊങ്ങിയ ജനങ്ങളെ അടിച്ചിരുത്തും, ഇരുത്തിയിരിക്കും. ഇതാണ് പാഠം. ഇതിപ്പോ മുഹമ്മദിനെയും അന്തൂനെയും റഷീദിനെയും മാത്രമേ ഇരുത്തുന്നതല്ല, എല്ലാ അബൂജാഹിലിനും നമ്രൂദിനുമാരും ഫറോമാരെയൊക്കെ അള്ള ഇരുത്തും. മുസ്ലിമും അമുസ്ലിമും ഇവിടെ വ്യത്യാസമില്ല. ഗർവ് കാണിച്ചാൽ, അഹന്ത നടിച്ചാൽ, അത് ഏതധികാര കസേരയിൽ കേറിയിരുന്ന് ഗർവ് കാണിച്ചാലും അഹങ്കാരം ധടിച്ചാലും അവനെ ഇരുത്തേണ്ടിടത്ത് അള്ളാഹു കൊണ്ടിരുത്തും. ഇതൊരു പാടാണ്. ആരും പൊങ്ങണ്ട. ഞാനിപ്പോ തെരഞ്ഞെടുക്കപ്പെട്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് ഏത് രംഗത്താണെങ്കിലും ആ വിനയമുള്ള ചിന്ത, പറച്ചിൽ അങ്ങനെയൊക്കെ പറയട്ടോ. ഇത് ദൈവനിയോഗമാണ്, ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കയ്യിലിരിപ്പും പ്രവർത്തി അതിന്റെ 4 അയലത്ത് വരൂല. പഠിക്കും പാഠം.
അല്ലെങ്കിൽ ഇപ്പൊ ഈ അധികാരികൾക്കൊക്കെ നല്ല ആക്ടിങ് അറിയണല്ലോ, അഭിനയം. ചിരി വരുന്നിടത്ത് ചിലപ്പോൾ കരയേണ്ടി വരും, കരയേണ്ടിടത്ത് ചിലപ്പോൾ ചിരിക്കേണ്ടി വരും. അത് വേറൊരു റൂട്ടാണ്, നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ള മെസ്സേജ് എന്താണ്? വിനയം. അതുണ്ടോ? ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകും. തീർച്ച ഈമാനോടുകൂടെ വിനയമുണ്ട്, ജനങ്ങൾക്കും മലക്കുകൾക്കും അല്ലാഹുവിനും പ്രിയപ്പെട്ടവനായി മാറും. ഇതാണ് പാഠം. നമ്മുടെ വസ്ത്രം നന്നാക്കിയിട്ട് കാര്യമില്ല മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ പുഞ്ചിരി കൊണ്ട് മാത്രം കാര്യമില്ല സഹോദരന്മാരെ. സൽസ്വഭാവത്തിന്റെ സൗരഭ്യം മനസ്സിനകത്ത് നിന്ന് നിർഗളിക്കണം, അടിച്ചു വീശണം. അതിലാണ് കാര്യം, അല്ലാതെ കുറെ വേഷം കെട്ടിയിട്ടൊന്നുമല്ല. റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിന്റെ സുവിശേഷത്തിൽ കാണാം, അവിടുത്തെ പ്രഭാഷണങ്ങളിൽ കാണാം, മാലക്കും തഅതൂനി വഅലൈക്കും സിയാബുർ റുഹ്ബാൻ വഖുലൂബുക്കും ഖുലൂബുൽ ദിഅബാൻ ഇൽബസു സിയാബൽ മുലൂക് വഅമീതു ഖുലൂബക്കും ബിൽ ഖശിയ. വല്ലാത്തൊരു പ്രസംഗാണത്. സയ്യിദുനാ ഈസ അലൈഹിസ്സലാം നമുക്ക് ഖുർആനിലൂടെ എമ്പാടും പേര് പറഞ്ഞ് ചരിത്രം പറഞ്ഞ് പരിചയപ്പെടുത്തി തന്ന റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിന്റെ സുവിശേഷ പ്രസംഗം എന്താണത്? വലിയൊരു പോയിന്റാണത്. മാലക്കും, എന്താണടാ നിങ്ങൾക്ക് പറ്റിയത്? തന്റെ ഓഡിയൻസിനോട് അവിടെ നിന്ന് പറയാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്റെ മുന്നിൽ സന്നിഹിതരാകുന്നു, എന്റെ അരികിലേക്ക് നിങ്ങൾ വന്നണയുന്നു. ഏതവസ്ഥയിൽ? വഅലൈക്കും സിയാബുർ റുഹ്ബാൻ, പുരോഹിതന്മാരുടെ വേഷമണിഞ്ഞുകൊണ്ടാ നിങ്ങൾ വരുന്നേ. ഭക്തന്മാരുടെ കുപ്പായമിട്ടാണ്, ഭക്തിയുടെ അടയാളങ്ങളോടെയാണ്, ഭക്തിയുടെ ഭാവപ്രകടനങ്ങളോടെയാണ്, അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങോടെയാണ് നിങ്ങൾ എന്റെ മുന്നിൽ വരുന്നത്. വഖുലൂബുക്കും ഖുലൂബുൽ ദിഅബാൻ, നിങ്ങളുടെ ഹൃദയങ്ങൾ ചെന്നായകളുടെ ഹൃദയവുമാണ്. തൊപ്പിണ്ട്, നീളം കുപ്പായുണ്ട്, തസ്ബീമാലുണ്ട്, എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഹൃദയാണെങ്കിലോ ചെന്നായയുടെ കടിച്ചു കീറുന്ന മെനക്കെട്ട മനസ്സ്. മൊയ്ലിയരെ സുന്നത്തിനെ കളിയാക്കല്ലേ എന്നാ ഇതുകൊണ്ട് പറയുമ്പോ എന്നെ വിമർശിക്കുക ഓരോരുത്തര്, സുന്നത്തിനെ കളിയാക്കല്ലേ. ഇങ്ങനെ ഒരു സുന്നത്തുണ്ടോ? ചെന്നായയുടെ മനസ്സുമായിട്ട് വേഷം കെട്ടി നടക്കൽ സുന്നത്തുണ്ടോ കൂട്ടരെ? നിങ്ങൾ എളിയ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിക്കൂ. നിങ്ങൾ അങ്ങനെ ഒരു സുന്നത്ത് റസൂലുള്ളാഹി കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല, 1% പോലും ഇല്ല. 100% അത് റോങ്ങാ. അല്ലാതെ സുന്നത്ത് തൊപ്പിയിട്ടതോ താടി വെച്ചോ നീളം ഒക്കെ നല്ലതാണ്. ആന്തരികം വൃത്തിയായാൽ അത് വളരെ നല്ലതാ. അങ്ങനെ തന്നെ വേണ്ടത്. മാലക്കും തഅതൂനി വഅലൈക്കും സിയാബുർ റുഹ്ബാൻ വഖുലൂബുക്കും ഖുലൂബുൽ ദിഅബാൻ, ചെന്നായിക്കളുടെ മനസ്സുമായി പണ്ഡിതന്റെ ഭക്തന്റെ വേഷമണിഞ്ഞു വരുന്നവരെ. എന്നിട്ട് പറയാണ്, ഇൽബസു സിയാബൽ മുലൂക്, നിങ്ങൾ രാജാക്കന്മാരുടെ വസ്ത്രം വാങ്ങി അണിഞ്ഞോളൂ. ഒരു കുഴപ്പമില്ല, രാജാക്കന്മാർ നടക്കും പോലെ നടന്നോളൂ, രാജാക്കന്മാർ ജീവിക്കും പോലെ ജീവിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ വഅമീതു ഖുലൂബക്കും ബിൽ ഖശിയ, അല്ലാഹുവിന്റെ കാര്യത്തിലുള്ള ഭയം കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ദുർവിചാരങ്ങളെ നിങ്ങൾ കൊല്ലണം. അഹങ്കാരത്തിന്റെ പത്തിക്കടിച്ച മൂർഖൻ പാമ്പിനെ നിങ്ങൾ കൊന്നുകളയണം. ആ രാജവെമ്പാലയെ നിങ്ങൾ നശിപ്പിച്ചു കളയണം. മനസ്സിൽ നിന്നകത്ത് നിന്ന് ദുസ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഭക്തിയും ദൈവഭയവും നിറയണം. അതോടുകൂടെ നിങ്ങൾ രാജാക്കന്മാരെ ജീവിതം നയിച്ചോളൂ. നേരെ മറിച്ച് ഉള്ളു കംപ്ലൈന്റ് ആയിട്ട് നിങ്ങൾ ഫക്കീറിന്റെ വസ്ത്രം നടന്നിട്ടും കാര്യമില്ല. ഇതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, സർവസൽ സ്വഭാവ ഗുണങ്ങളും വിനയത്തിന്റെ താഴ്മതയുടെ പെരുമാറ്റ രീതികളെല്ലാം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവിതത്തിൽ, സംശുദ്ധ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാനാകും. നമ്മൾ അത് പഠിച്ച് പിന്തുടരാൻ ശ്രമിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ റസൂല് വുദു ചെയ്തത് പഠിക്കണം, പിന്തുടരണം. നിസ്കരിച്ചത് പഠിക്കണം, പിന്തുടരണം. ഹജ്ജ് ചെയ്തത് പഠിക്കണം, പിന്തുടരണം. ഇതൊക്കെ വേണം. അതിനേക്കാൾ ഉപരി അവിടെ എങ്ങനെയാണ് പെരുമാറിയത്, അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു
ജനങ്ങളോടെങ്ങനെ പെരുമാറി, കുടുംബത്തോടെങ്ങനെ പെരുമാറി, പെരുമാറ്റ രീതികൾ, സ്വഭാവ മഹിമകൾ അത് പഠിച്ചറിഞ്ഞ് പിന്തുടരാൻ ശ്രമിക്കണം. ഈ മേഖലക്കാരും വരുന്നില്ലല്ലോ. മദ്രസയിൽ അഖ്ലാഖ് പറഞ്ഞ പുസ്തകമുണ്ട്, അത് അവിടെ പിള്ളേര് പഠിച്ച അവിടെ കഴിഞ്ഞു. പിന്നെ വല്ല മൊയ്ലിയന്മാരും എന്തെങ്കിലും കുറച്ച് ഭാഗമൊക്കെ പറഞ്ഞാൽ ഇത് അടിസ്ഥാന വിഷയമാണ് സ്വഭാവ സംസ്കരണം എന്നത്. മഹാനരായ അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു തങ്ങള് ആ മഹിതമായ ഉന്നതമായ വിനയം നിറഞ്ഞ സ്വഭാവ പെരുമാറ്റ രീതികളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അവിടുന്ന് വീട്ടുജോലികൾ ചെയ്തിരുന്നു. ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുത്തിരുന്നു. ഒട്ടകങ്ങളെ മാറ്റിക്കെട്ടിയിരുന്നു, കയറിൽ കൊണ്ടുപോയി കെട്ടിയിരുന്നു. സ്വന്തം ഭവനം അടിച്ചു വൃത്തിയാക്കിയിരുന്നു, ചൂലെടുത്ത് തൂത്ത് അടിച്ചു വൃത്തിയാക്കിയിരുന്നു. ആടിനെ കറന്ന് പാലെടുത്തിരുന്നു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ തൃക്കരങ്ങൾ കൊണ്ട് ചെരിപ്പും വസ്ത്രവും തുന്നിയെടുക്കുമായിരുന്നു. തന്റെ പരിചാരകന്മാർക്കൊപ്പം, വേലക്കാർക്കൊപ്പം, അടിമകൾക്കൊപ്പം ആഹാരം കഴിച്ചിരുന്നു. ഇതൊക്കെ നമ്മളെ സർവന്റിന് എപ്പോഴാ ഭക്ഷണം കിട്ടുക? വീട്ടില് എല്ലാരും തിന്നു കഴിഞ്ഞിട്ട് ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ലാസ്റ്റ് സമയം. വീട്ടിലെ ഭാര്യമാരും കുടുംബവും മിക്ക വീട്ടിലും അങ്ങനെയാണ്. ഒക്കെ ബർക്കത്തിനെതിരാണ്. റാഹത്തായിട്ട് എല്ലാവരും ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കുക. അവിടെ സർവന്റിനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇരുത്തുക. മുതലാളി പണിക്കാരൊപ്പം ഇരുന്ന് തിന്നണം. തിന്നാൻ പറ്റണില്ലേ? അഹങ്കാരത്തിന്റെ അടയാളാണ്. ആരംഭ റസൂൽ തന്റെ അടിമകളുടെ കൂടെ, പരിചാരകന്മാരുടെ കൂടെ ആഹാരം കഴിക്കുമായിരുന്നു. മദീന പട്ടണത്തിൽ നിന്ന്, കമ്പോളത്തിൽ നിന്ന് ഏതെങ്കിലും വീട്ടുസാധനങ്ങൾ വാങ്ങിച്ചാൽ അവിടത്തെ ചുമലിലോ തലയിലോ കയ്യിലോ വഹിച്ച് വീട്ടിലേക്ക് പരസ്യമായി പോകുമായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും സമ്പന്നർക്കും പാവങ്ങൾക്കും അവിടുന്ന് ഹസ്തദാനം നൽകുമായിരുന്നു. അടിമകളോടും സ്വതന്ത്രരോടും ഫക്കീറന്മാരോടും മുതലാളിമാരോടും മുതിർന്നവരോടും ചെറിയ കുട്ടികളോടും അവിടുന്ന് സലാം പറയുമായിരുന്നു. ഇങ്ങോട്ട് പറഞ്ഞാൽ മടക്കല്ല, ഇങ്ങോട്ട് പറഞ്ഞാൽ തന്നെ ആളെ നോക്കിയിട്ടാണ് സലാമിന്റെ മടക്കല്. ഇഷ്ടപ്പെട്ടില്ലേ ഇസ്ലാം, അത് തിരിഞ്ഞു നോക്കൂല. അങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോ ഒരു പച്ചപ്പാവയിലെ പോയപ്പോ സലാം അലൈക്കും ഇസ്ലാം, അവന്റെ അത്ര മതി. അങ്ങനെയല്ല, നമ്മൾ അങ്ങോട്ട് പറയേണ്ട ചില മേഖല ഉണ്ട്. അത് കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ഉണ്ടല്ലോ. കുട്ടികളോടും മുതിർന്നവരോടും അടിമകളോടും സ്വതന്ത്രരോടും പണക്കാരോടും പണിക്കാരോടും അള്ളാഹുവിന്റെ റസൂല് അങ്ങോട്ട് സലാം പറയുമായിരുന്നു. ഏത് പച്ചപ്പാവമാണെങ്കിലും, പരമദരിദ്രനാണെങ്കിലും, ഫക്കീറാണെങ്കിലും, മിസ്കീനാണെങ്കിലും തങ്ങളെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുമായിരുന്നു. ഇത്രയും അബൂ സഈദ് റളിയല്ലാഹു വിവരിച്ചത് അബൂ സലമ റളിയല്ലാഹു കേട്ടിട്ട് നേരെ ആയിഷ ബീവിന്റെ അരികിലേക്ക് ഓടുകയാണ്. റസൂലുള്ളാഹിയെ കുറിച്ച്, അങ്ങയുടെ പ്രിയപ്പെട്ട മണവാളൻ അള്ളാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് അബൂ സലമ ഇങ്ങനെ ഒരു 10-11 കാര്യം പറഞ്ഞു. അതിശയോക്തി കലർത്തി പറഞ്ഞിട്ടുണ്ടോ? അതെത്ര അതിന്റെ വസ്തുത എന്നറിയാൻ വന്നതാണ്. എന്തൊക്കെ പറഞ്ഞു ആയിഷാ ബീവി? ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ പറഞ്ഞ പോലെ ആയിഷാ ബീവി പറഞ്ഞു, ഒരക്ഷരം കൂടിയിട്ടില്ല, ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ കൂടെ ജീവിച്ച കാലത്ത് ഉള്ള അനുഭവങ്ങൾ വെച്ചാൽ ഈ പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ ഒരക്ഷരം അധികമായിട്ടില്ല എന്നും മഹദി. പ്രിയപ്പെട്ടവരെ, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം എന്താണ്? മനുഷ്യകുലത്തിൽ ഉന്നതർ എന്നല്ല, അവിടുന്ന് അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിലെ അത്യുന്നതരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി.
ആ ഒരു സ്ഥാനം കിട്ടാൻ എന്താ കാരണം? അവിടുത്തെ ഉബൂദിയത്തിന്റെ പവറും അവിടുത്തെ വിനയത്തിന്റെ ശക്തിയും കൊണ്ടാണ് അത്ര വലിയ സ്ഥാനത്തെത്തിയത്. ലോകത്ത് വന്ന ഔലിയാക്കളൊക്കെ എങ്ങനെ ആ മഹിതമായ സ്ഥാനം ഉണ്ടായത്? നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു. അവർ കുത്തിമറിഞ്ഞിട്ട്, തല കുത്തിമറിഞ്ഞിട്ട്, രാത്രി ഒത്തിരി നിസ്കരിച്ചിട്ട്, പകലൊരുപാട് പട്ടിണിയുടെ നോമ്പ് കിടന്ന് നോമ്പില് പിടിച്ചിട്ട് ആണെന്ന് തെറ്റിദ്ധരിച്ചു. ഒരിക്കലും അല്ല. അവരൊക്കെ അടിസ്ഥാനപരമായി ഉയർന്നതും വളർന്നതും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറിയതും ബിസലാമത്തി സ്വദിരി. ഈ ഭാഗം ഉണ്ട് ക്ലീനായി. അവിടെ അഹങ്കാരമില്ല, വിനയാണുള്ളത്. അവിടെ അസൂയയില്ല, അവിടെ സ്നേഹമാണുള്ളത്. അവിടെ ദേഷ്യമില്ല, അവിടെ ക്ഷമയാണുള്ളത്. ഇതുകൊണ്ട് മഹാനരായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. നബിമാർക്ക് ശേഷം വരുന്ന, നബിമാരുടെ പ്രതിനിധികളായി വരുന്ന ചില ഇഷ്ടദാസന്മാർ അള്ളാഹുവിനുണ്ട്. യുഖാലു ലഹുമുൽ അബ്ദാലു, അവരെ വിളിക്കപ്പെടുന്ന സ്ഥാനപ്പേര് അബ്ദാലുകൾ എന്നാണ്. എന്താ അബ്ദാൽ എന്ന് പറഞ്ഞാൽ? പകരക്കാര്. ആരുടെ പകരക്കാര്? നബിമാരുടെ പകരക്കാര്. നബിമാരെന്താണോ ചെയ്തത്? അള്ളാഹുവിലേക്ക് വിളിച്ചു, ദീൻ പഠിപ്പിച്ചു. നരക റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. ഇതാ നബിമാര് ചെയ്തത്. ആ പണി ചെയ്യുന്ന അബ്ദാലുകൾ ഹും ഔതാദുൽ അർളി, അവർ ഭൂമിയുടെ ആണികളാണ്. ഈ ഭൂമി സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നത് അവരെ കൊണ്ടാ അള്ളാഹു നിലനിർത്തുന്നത്. അങ്ങനത്തെ അബ്ദാലുമാർ, ഔത്താദുമാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരെങ്ങനെ അവിടെ എത്തിയത്? സ്വഹാബിയായ അബൂദർദാ എന്നവർ പറയാണ്, ലം യഫ്ളുലുന്നാസ ബികസറത്തി സ്വലാത്തിൻ വലാ സിയാം വലാ ഹിസ്നി ഹില്യത്തിൻ. അവർ ജനങ്ങളിൽ ഉത്തമരായത്, അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായത് ബികസറത്തി സൗമിൻ വലാ സ്വലാത്തിൻ, നിസ്കാരവും നോമ്പും പെരുപ്പിച്ചത് കൊണ്ടല്ല, വർദ്ധിപ്പിച്ചത് കൊണ്ടല്ല, അധികരിപ്പിച്ചത് കൊണ്ടല്ല. വലാ ഹിസ്നി ഹില്യത്തിൻ, അലങ്കാരങ്ങളും വേഷങ്ങളും അണിഞ്ഞത് കൊണ്ടല്ല, ഭക്തന്റെ വേഷമണിഞ്ഞത് കൊണ്ടല്ല, താടി നീട്ടിയത് കൊണ്ടല്ല, തലപ്പാവിന്റെ വാൽ 1.5 മീറ്റർ നീണ്ടത് കൊണ്ടല്ല, കമീസ്, തൂവള്ള കമീസ് ഗൾഫിൽ നിന്ന്, മക്കയിൽ നിന്ന് അടിച്ചു കൊണ്ടുവന്നാണ് അണിഞ്ഞത് കൊണ്ടല്ല. പിന്നെയോ വലാകിൻ ബിസ്ദിഖിൽ വറഇ വഹുസ്നിൻ നിയതി വസലാമത്തി സ്വദ്രി ലിജമീഇൽ മുസ്ലിമീൻ. ബിസ്ദിഖിൽ വറഇ, സത്യസന്ധമായ സൂക്ഷ്മത. നാവുകൊണ്ട് സൂക്ഷ്മത. പഠിച്ചോനെ ഇതൊക്കെ സൂക്ഷിക്കണം. ജീവിതത്തിൽ ഇല്ല, അങ്ങനെയല്ല. സിദ്ഖുള്ള വറഇ, സത്യസന്ധമായ സൂക്ഷ്മത. വഹുസ്നിൻ നിയ്യ, മെച്ചപ്പെട്ട നിയ്യത്ത്, നല്ല നിയ്യത്ത്, കലർപ്പില്ലാത്ത നിയ്യത്ത്. വസലാമത്തി സ്വദ്രി ലിജമീഇൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിനോടും വിദ്വേഷമില്ല, പകയില്ല, വെറുപ്പില്ല, അസൂയയില്ല, എല്ലാവരോടും ഫ്രീ മൈൻഡ്. മനസ്സിൽ അഹങ്കാരത്തിന്റെ ഈഗോയുടെ കണികയില്ല, അണുത്തൂക്കമില്ല. വിനയം നിറഞ്ഞ മനസ്സുമായി അവർ അള്ളാഹുവിലേക്ക് ഉയരുകയും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറുകയും ചെയ്തു. ആര്? നബിമാർക്ക് ശേഷം വന്ന പകരക്കാർ. അള്ളാഹു അവരെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അവരെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കൂടെ അള്ളാഹു നമുക്കിടം നൽകട്ടെ. അതിനെന്താ വേണ്ടത്? ഇവിടെ ഒന്ന് തുറക്കൂ. ഒത്തിരി കച്ചറ കിടക്കുന്നുണ്ട് ഇവിടെ. അതിൽപ്പെട്ട വലിയ കച്ചറന് ഞാൻ അതാദ്യം എടുത്തിട്ട് നുള്ളിക്കളയൂ. നുള്ളിക്കളഞ്ഞാൽ നമുക്ക് ഉയരാൻ സാധിക്കും. ഈ നിസ്കാരം ഫലം കാണാൻ തുടങ്ങും. ഈ നോമ്പ് ഫലിക്കാൻ തുടങ്ങും. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നതിന് ഫലം കാണാൻ തുടങ്ങും. കാണാത്ത എന്താണ്? ഈ രാജവമ്പാലകത്ത് കിടക്കുകയാണ്. അവനെ പിടിച്ച് പുറത്തിടണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു വിനയമുള്ള, താഴ്മയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളായി നമ്മയൊക്കെ സ്വീകരിക്കട്ടെ. പരിവർത്തിപ്പിച്ച് മെച്ചപ്പെടുത്തി രക്ഷപ്പെടുത്തി തരട്ടെ.